ഇടതു സർക്കാരിന്റെ യുവജനദ്രോഹ നയങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് പന്തം കൊളുത്തി പ്രതിഷേധം നടത്തിയ യുവമോർച്ച കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ യുവജനങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള നടപടികളിൽ പ്രതിഷേധിച്ചായിരുന്നു സമര യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണന്റെ നേതൃത്വത്തിൽ വൻ യുവജന പങ്കാളിത്തമായിരുന്നു സമരത്തിൽ. സമരം ക്ലിഫ് ഹൗസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. PSCയെ നോക്കുകുത്തിയാക്കുകയും സ്വന്തം പാർട്ടിക്കാരെ സർക്കാർ സർവീസുകളിൽ കുത്തിക്കയറ്റുകയും ചെയ്യുന്നതിനെ രൂക്ഷമായ ഭാഷയിലാണ് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണ വിമർശിച്ചത്. ഇവിടുത്തെ യുവാക്കൾ മുഴുവൻ തെരുവിലാണ്, റോഡിൽ മുട്ടിലിഴഞ്ഞ് സമരം ചെയ്യുന്ന കാഴ്ച എത്ര ദിവസം നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടു. ഇവിടുത്തെ PSC എന്ന് പറയുന്ന സംവിധാനത്തെ മുഴുവൻ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് പരിഹാസ്യമാക്കി നിർത്തിയിട്ടുള്ള ഒരു കാഴ്ച ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യയിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണെന്നും സെൻട്രൽ ജയിലിലേക്കുള്ള കാലം വിദൂരമല്ലെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രിയപ്പെട്ടവരെ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയൻ. നിങ്ങൾ കേരളത്തിന്റെ ചരിത്രത്താളുകളിൽ നിങ്ങൾ എഴുതി ചേർക്കാൻ പോകുന്നത്, നിങ്ങളുടെ പേരെഴുതി ചേർക്കാൻ പോകുന്നത് ഇന്ത്യയിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് ഈ പിണറായി വിജയൻ എന്നാണ് എഴുതി ചേർക്കാൻ പോകുന്നത്. രാജ്ഭവന്റെ മുന്നിൽ നിന്നും ആരംഭിച്ച സമരം ക്ലിഫ് ഹൗസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. ജനം, തിരുവനന്തപുരം.